ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ടയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ചന്തുമോളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന നയനയുടെ അടുത്തേക്ക് അനാമിക വരുന്നുണ്ട്. ഓ, കൊഞ്ചിക്കുഴയെന്ന് കണ്ടാൽ തോന്നും ഇത് അവളുടെ സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞാണെന്ന്. അതിനെങ്ങനെ ഇങ്ങനെ കുഞ്ഞുണ്ടാവുമോ എന്ന് ആർക്കറിയാം. ഏതായാലും മുന്നേ തന്നെ ആദർശേട്ടൻ ഒരു ബന്ധം ഉണ്ടായത് നന്നായി. കുഞ്ഞില്ലാത്ത നിന്നെ തലയിലേറ്റി ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിനേക്കാളും ഭേദം ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നെങ്കിലും പറയാലോ. നീ നോക്കിക്ക മോളെ, നീ ഓട്ടനെ തന്നെ ഇവിടുന്ന് പുറത്താകും. ഇവളുടെ അമ്മ ചത്തിട്ടൊന്നുമില്ലല്ലോ. ആ സ്ത്രീ വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അപ്പോൾ നിന്റെ സ്ഥാനമൊക്കെ ഇല്ലേ, രണ്ടാം ഭാര്യ പദവിയിലേക്ക് മാറും. ഏതായാലും ദൈവം നിനക്ക് കണ്ടറിഞ്ഞ ഈ ശിക്ഷ തന്നത്. കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിടാൻ നീ നല്ല മിടുക്കിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിനൊക്കെ പിന്നാലെ പോകുമ്പോൾ കഴുതയെ പോലെ സ്വന്തം ജീവിതം നോക്കാൻ മറക്കരുത്. അല്ല, കഴുതയെ നീയുമായിട്ട് ഉപമിച്ചാൽ കഴുതയ്ക്ക് പോലും അത് ലക്ഷ്യമായിട്ട് മാറും. അതുകൊണ്ട് പൊന്നുമോള് സ്വയം ജീവിതം പോയി നോക്ക്. എന്നിട്ട് ആ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ തലയിടാൻ വരൽ. എടി, എന്താടി നിനക്ക്? എന്നെ തല്ലണോ? തല്ലണമെങ്കിൽ തല്ലടി. ഒന്ന് തല്ലി നോക്ക് നീ. പിന്നെ നീ വിവരം അറിയും. ഈ അനാമിക നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല പോകുന്നത്. ലോ ക്ലാസ്സുകളായിട്ട് സംസാരിക്കാൻ നിന്നാലേ ചിലപ്പോൾ നമ്മളും ലോ ക്ലാസ് ആയി പോകും. നിങ്ങളുടെ മുന്നിൽ തരം താഴെ എനിക്ക് വയ്യ. എന്തായാലും നിങ്ങളുടെ അത്ര അതമ്പതിച്ചിട്ടില്ല ഞാൻ. അയ്യോ, നമ്മളൊക്കെ ലോ ക്ലാസ് ആണ്. നിനക്കറിയാലോ ഞങ്ങൾ ലോ ക്ലാസ്സുകളാണെന്ന്. പിന്നെ എന്തിനാടി ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത്? അവൾ വന്നേക്കുന്നത് പോയി തരത്തിപ്പോയി കളിയടി എന്നും പറഞ്ഞുകൊണ്ട് ചന്തുമോളെ എടുത്തുകൊണ്ട് നയന അവിടുന്ന് പോകുന്നതാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവയാനയാണ്. ദേവയാനയുടെ അടുത്തോട്ട് നയന കുഞ്ഞിനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആഹാ, ചന്തുമോളെ, മുത്തശ്ശിയുടെ മോളിങ് വന്നേ. നയനെ, മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ? ആ, കൊടുത്തു അമ്മേ. അതേ ചന്തുമോളെ, ഇനി നല്ലൊരു സ്കൂളിൽ ചേർക്കണം. ഇതൊക്കെ പറയുമ്പോഴേക്ക് നയന വേറെ ഏതോ ഒരു ലോകത്താണ് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളെ നയനെ, നീ ഇവിടെ ഒന്നും അല്ലല്ലോ. നീ ഈ ലോകത്തൊന്നും അല്ലേ? നിന്റെ മനസ്സിവിടെ ഒന്നും അല്ലേ? ഏയ്, ഒന്നുമില്ലമ്മേ. അപ്പോൾ ദേവയാനി ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, മോളെ, നിന്റെ നയനമ്മയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ചെറിയമ്മ നയനമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഓ, അപ്പോൾ അനാമിക എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? അത് പിന്നെ അമ്മേ, ആദർശേട്ടനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു. എനിക്കത് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചില സമയത്ത് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ വേണ്ടില്ലെന്ന് കരുതും. മോളെ, നിന്നെപ്പോലെ തന്നെയാണ് ഞാനും. ഇതിങ്ങനെ കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. പലപ്പോഴും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലോ എന്ന് വരെ കരുതും. പക്ഷേ പിന്നീട് ആവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതൊന്നും പറയാൻ തോന്നുന്നില്ല. എന്ത് ചെയ്യാനാ നയനമോളെ? മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാത്ത കുറേ ദുഷ്ടക്കൂട്ടങ്ങൾ ഇവിടെയുണ്ട്. അവരിവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ആ സമയത്താണ് നയനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ആ അമ്മ, എൻ്റെ അമ്മയാണ്. കനകയാണോ? എന്നെ ഫോൺ എടുക്ക്, സംസാരിക്കും മോളെ. വേണ്ട അമ്മേ, വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദർശേട്ടനെ ഓരോന്ന് കുറ്റപ്പെടുത്തും. അമ്മ, എന്തായാലും മോള് ഫോൺ എടുക്കാതിരിക്കില്ലേ? ആ ഫോൺ അറ്റൻഡ് ചെയ്യുക എന്ന് പറയും. നയനെ നിർബന്ധിച്ചിങ്ങനെ ആ ഫോൺ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഹലോ അമ്മേ. ഓ, എൻ്റെ മോൾക്ക് ഇപ്പോഴെങ്കിലും എടുക്കാനായോ? എന്താ അമ്മേ, ഞാൻ രാവിലെയും വിളിച്ചായിരുന്നല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ ചന്തുമോളെ കുളിപ്പിക്കുകയായിരുന്നു അമ്മേ. ഓ, ഇപ്പോൾ ഒരുത്തി ഉണ്ടല്ലോ കുളിപ്പിക്കാനും താരാട്ട് പാടാനും സന്തോഷിപ്പിക്കാനും എല്ലാം. അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തം അമ്മ അല്ലേ? അങ്ങനെയല്ല അമ്മേ, കുഞ്ഞിനെ നോക്കുന്ന ഓരോ തിരക്കിപ്പെട്ടു പോയി. പിന്നെ ഓഫീസിലേക്കും പോകേണ്ടതല്ലേ? ഓഫീസിൽ പോകുന്നത് ന്യായം. കുഞ്ഞിനെ നോക്കേണ്ടത് നിന്റെ കടമയല്ലല്ലോ. നിന്റെ കുഞ്ഞാണോ അത്? ഒരു കാര്യം പറഞ്ഞേക്ക നയനമോളെ, സ്വന്തം ജീവിതം ആദ്യം നല്ലതുപോലെ നോക്കണം. അതായത് നിനക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവണം. എന്നിട്ട് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ സ്വന്തമായിട്ടൊരു കുഞ്ഞുമില്ല, ഭർത്താവിൻ്റെ വേറൊരു ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുക. അതും ഭർത്താവിന് അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ട്. നയനമോളെ, നീ ഒരിക്കലും ഞങ്ങൾക്ക് ഭാരമല്ല. നിനക്ക് എപ്പോൾ അവിടുന്ന് പോരണമെന്ന് തോന്നുന്നു അപ്പോൾ നീ അവിടെ ഇറങ്ങി പോര്. നവിമോളെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു. നീ നവിമോളുടെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും ചെല്ലുന്നില്ലെന്ന്. എന്താ നയന ഇതൊക്കെ? ചന്തുമോളെന്ന് പറയുന്ന ഒരുത്തി വരുന്നതിന് മുമ്പ് നീ കുഞ്ഞിനെ ഒരുപാട് എടുത്തിട്ടില്ലേ? കുഞ്ഞിനെ കാണാൻ ഇവിടെ 1000 പ്രാവശ്യം വന്നിട്ടുണ്ട്. ചന്തുമോള് വന്നപ്പോഴാണ് നിനക്ക് കുഞ്ഞും വേണ്ട, നിന്റെ ബന്ധുക്കളെയും വേണ്ട. എന്താ അമ്മ ഇത്? ഏത് സമയം വിളിച്ചാലും അമ്മയ്ക്ക് ഇത് തന്നെ പറയാനുള്ളൂ. ചന്തുമോളൊരു കുഞ്ഞു കുട്ടിയല്ലേ? എങ്ങനെയാണ് അതിൻ്റെ മുഖം മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഞാൻ പറയും. കാരണം എൻ്റെ മോൾ അറിഞ്ഞുകൊണ്ടുണ്ടായ ഒരു കുഞ്ഞായിരുന്നെങ്കിൽ അതെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ആദർശന് മറ്റൊരു ബന്ധം ഉണ്ടായിട്ട് അത് മറച്ചു വെച്ചിട്ട് എൻ്റെ കുഞ്ഞിന് കല്യാണം കഴിച്ചില്ലേ? അത് അവൻ ചെയ്തത് തെറ്റായിപ്പോയി. പോട്ടെ, എന്നാൽ കല്യാണം കഴിച്ചിട്ട് നിന്നോട് തുറന്ന് പറയായിരുന്നല്ലോ, അതും ചെയ്തില്ല. ഇപ്പോൾ അവൻ്റെ ആദ്യ ഭാര്യയ്ക്ക് അസുഖമായപ്പോൾ അപ്പോൾ ആ കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ തന്നെ ഏൽപ്പിച്ച് പോയേക്കുക. കൊള്ളാം. ഏതായാലും ദേ, നിന്റെ അച്ഛൻ വരുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിന്റെ കാര്യം ആലോചിച്ചിട്ടേ അങ്ങേക്ക് വേവലാതിയാ കുറച്ച് ദിവസമായിട്ട്. ഞാൻ വെക്കുമോ നയനമോളെ? ഇതും പറഞ്ഞുകൊണ്ട് കനക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ മോളെ? ഇത് പറഞ്ഞതും നയനെ പൊട്ടി പൊട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങുവാണ്. മോളെ, നയനെ എന്താ?
അമ്മേ, ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഫോൺ എടുക്കണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ അമ്മ ഓരോന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക. എന്നെ പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ആദർശേട്ടനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് മാത്രം എനിക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ. മോളെ, അമ്മ ഒരു കാര്യം പറയട്ടെ, മോൾ അതുപോലെ ചെയ്യ്. എന്താ അമ്മേ? കുറച്ച് നേരത്തിന് ചന്തുമോളെ ഞാൻ നോക്കിക്കോളാം. മോള് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. എന്തിനാ? നീ നിൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വാ. എന്നാൽ ചന്തുമോൾ ഉണ്ടാകുന്നത് കാരണം നിനക്കിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റാറില്ലല്ലോ. അതുകൊണ്ട് മോള് കുറച്ച് നേരം വീട്ടിൽ പോയി അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വാ. ആ സമയം കൊണ്ട് ചന്തുമോൾക്ക് ഒരു കുറവ് വരുത്താതെ ഈ മുത്തശ്ശി നോക്കും. ശരിയമ്മേ. ഇതും പറഞ്ഞുകൊണ്ട് നയന ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നയനയുടെ വീടാണ് കേട്ടോ. ഗോവിന്ദനും കനകയും ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് സോഫയിൽ ഇരിക്കുന്നതാണ്. ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, കനകെ, നീ നേരത്തെ നയനമോൾക്കാണോ വിളിച്ചത്? അതെ ഗോവിന്ദേട്ടാ, അവളിപ്പോൾ ഇങ്ങോട്ടൊന്നും വിളിക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കാറാ പതിവ്. അതെ, വിളിക്കുമ്പോൾ നീ മോളെ കുറ്റപ്പെടുത്താറുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്താറൊന്നുമില്ല, പക്ഷെ ഉപദേശിക്കാറുണ്ട്. ദേ കനകെ, മോളെ ഇനി നീ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. അവൾക്കത് വലിയ വിഷമമാകും. നയനമോളെ നിനക്കറിയാലോ, ചെറിയ വിഷമം പോലും അവൾക്ക് താങ്ങാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ. അത് ശരിയാ ഗോവിന്ദേട്ടാ, പക്ഷേ എനിക്ക് നയനമോളുടെ അവസ്ഥ ആലോചിച്ചിട്ടാ. എന്തിനാ അവൾ അവിടെ കിടന്നിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നമ്മളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പോൾ. നമ്മുടെ മോള് നമുക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു അല്ലേ ഗോവിന്ദേട്ടാ? അതെ, ഇനിയും വിളിക്കുമ്പോൾ ആ പാവത്തിനെ കുറ്റപ്പെടുത്തണ്ട. എപ്പോഴും സംസാരിക്കുന്ന പോലെ തന്നെ സന്തോഷത്തോടെ സംസാരിച്ചാൽ മതി. എന്നാലും ആദർശനോട് എനിക്ക് പഴയ പെരുമാറ്റം ഉണ്ടാവാറില്ല. അവൻ എൻ്റെ മോളെ ചതിച്ചവനാ. അവനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അതെനിക്ക് പറ്റില്ല കനകെ. പക്ഷേ നമ്മുടെ മോൾ അവൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ. കനകെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോവിന്ദൻ എന്തോ തളർച്ച പോലെ തോന്നുന്നത്. എന്താ ഗോവിന്ദേട്ടാ, എന്താ പറ്റിയത്? കനകെ, നെഞ്ചിനകത്ത് നിന്ന് എന്തോ ഒരു വേദന പോലെ. നീ കുറച്ച് വെള്ളം എടുത്തേ. ഞാനിപ്പോൾ എടുക്കാം ഗോവിന്ദേട്ടാ. ഇതും പറഞ്ഞ് അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പോൾ തന്നെ ഗോവിന്ദൻ അത് കുടിക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് മനസ്സിന് ഒരു സുഖമില്ല. ആകെ ഒരു അസ്വസ്ഥത പോലെ. എന്തു പറ്റി ഗോവിന്ദേട്ടാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ 1-2 ദിവസമായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ, ആ ഒരു ക്ഷീണമായിരിക്കും. ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൈയും കാലും ഒക്കെ ഒന്ന് ഇളകുമല്ലോ, അപ്പോൾ അതൊക്കെ ശരിയായിക്കോളും ഗോവിന്ദേട്ടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നോക്കാം കനകെ. ആ സമയത്താണ് നയന കയറി വരുന്നത്. അമ്മേ, അച്ഛാ, നയനമോള്. ഗോവിന്ദേട്ടാ, നയനമോള്. മോളെ വാ, ഞങ്ങൾ നിന്നെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്താ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്? എൻ്റെ ഭർത്താവിനെക്കുറിച്ചായിരിക്കും അല്ലേ? ഓ, നീ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ നയനമോളെ. ശരി, എന്തായിരുന്നു ഇവിടുത്തെ എന്നെ പറ്റിയുള്ള ചർച്ച അച്ഛാ? ഒന്നുമില്ല, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതാ. ആദർശ് എന്നാലും എൻ്റെ മോളെ വല്ലാത്തൊരു ചതിയാണ് ചതിച്ചത്. അമ്മേ, ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ പറ്റും മോളെ? അവൻ അങ്ങനെ ഒരു ചതിയല്ലേ ചെയ്തത്. എന്നാലും കണ്ണു മൂടി പിന്നീന്ന് കുത്തുന്ന പോലെയാ ഇത്. കനകെ, നീ ഒന്നും മിണ്ടാതിരിക്കുക. മോൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കുക. എനിക്ക് കുടിക്കാനൊന്നും വേണ്ട അമ്മേ. ഇത് വാങ്ങിക്കുക. ഇതിലേ 2 ജോഡി ഡ്രസ്സുണ്ട് 2 പേർക്കും. ആദർശേട്ടൻ എടുത്ത് തന്നതാ. ഇത് കേട്ടപ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരുന്നു കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആദർശമോൻ്റെ കാശ് കൊണ്ടാണ് ഇത് എടുത്തതെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. അതെന്താ അച്ഛാ? അങ്ങനെ മോളെ, നിന്നോടാ പറഞ്ഞത്, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അമ്മേ, അതെന്താ? ഞങ്ങൾക്ക് അവൻ വാങ്ങിച്ചു തരുന്ന ഒന്നും ഇനി വേണ്ട. അവൻ വാങ്ങിച്ചു തന്നതാ ഈ വീട് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ തയ്യാറാ. ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. അവൻ്റെ അമ്മയ്ക്ക് നീ കരൾ കൊടുത്തില്ലേ മോളെ? ആ ഒരു ഇത്തിരി നന്മയെങ്കിലും അവൻ നിന്നോട് കാണിച്ചോ? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അതെ, മോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചു നിൽക്കുകയാണെങ്കിൽ പിടിച്ചു നിൽക്കരുതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. മോൾ അങ്ങനെ ആരെയും സഹിച്ചുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കണ്ട. മോൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും മോളൊരു ഭാരമാവില്ല. അച്ഛാ, ആദർശേട്ടനെ ഞാൻ ഒരുപാട് മനസ്സിലാക്കി. ആദർശേട്ടൻ്റെ കൂടെ നല്ലൊരു ഭാര്യയായി കഴിയാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്കിടയിൽ കുഞ്ഞൊന്നും വേണ്ടേ? അമ്മേ, കുഞ്ഞൊക്കെ വേണം. ആദർശേട്ടന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ശരിയായാൽ എല്ലാം ശരിയാവും. ഓ, അവനാണോ പ്രശ്നം? ഏത് ഡോക്ടറെയാണ് നിങ്ങൾ കാണിച്ചത്? ആ ഡോക്ടറെ തലയ്ക്കകത്ത് ഒന്നുമില്ലേ? ആ ചന്തുമോൾ എന്ന് പറയുന്നവൾ അവൻ്റെ മകളാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ, ആദർശ് ഇത്രത്തോളം തരം താഴ്ന്ന പണി കാണിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. അബി ഒരുപാട് കുറ്റപ്പെടുത്തി. അബി ചില്ലറ പെണ്ണ് കേസ് ഉണ്ടെങ്കിലും അതുപോലെ അവൻ ഒന്നിനും ചെന്ന് ചാടിയിട്ടില്ല. അവൻ പോലും ഇത്രയും മോശം ഒരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് നയനക്ക് ആകെ അങ്ങ് വിഷമാവും കേട്ടോ. ഇപ്പോൾ തോന്നുന്നു, ഒന്ന് ഓർക്കുമ്പോൾ അബയാണ് നല്ലതെന്ന്. അനിയാണെങ്കിൽ നിൻ്റെ അനിയത്തിയുടെ പിന്നാലെ നടക്കുക. നല്ല മരുമകൻ എന്ന് കരുതിയ ആദർശനെ ആണെങ്കിലോ ഇപ്പോൾ ഏതോ ഒരു ബന്ധത്തിലൊരു കുഞ്ഞുണ്ടായിരിക്കുന്നു. ആദർശനെ കാണുമ്പോൾ എനിക്കിപ്പോൾ ദേഷ്യമാണ് വരുന്നത്. ഇതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നയനയ്ക്കാണെങ്കിൽ അങ്ങനെ സഹിക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് അവസാനം ഇതെല്ലാം കടിച്ചു പിടിച്ച് നിന്നിട്ടും നയനയ്ക്ക് പറ്റാത്തതിനെ തുടർന്ന് നയന ഈ സത്യങ്ങളെല്ലാം അമ്മയോടെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങുവാണ്.
അങ്ങനെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നയന. അങ്ങനെ നയന ഇങ്ങനെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പം കനക ഇങ്ങനെ ഓരോ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത് ചെന്നിട്ട് നയന പറയുന്നുണ്ട്, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കാര്യം അമ്മ അച്ഛനോടൊന്നും പറയണ്ട. നിങ്ങളെല്ലാവരും ആദർശേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സത്യം പറയാതിരിക്കാനും പറ്റുന്നില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ ചന്തുമോള് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല, അത് ശരിക്കും അഭിയുടെ കുഞ്ഞാണ്. പക്ഷേ ഞാൻ എൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കിത് ഇനി പറയാതിരിക്കാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ കനക ആകെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. പക്ഷേ ഗോവിന്ദനെ അറിയിക്കാതെയാണല്ലോ ഇവരിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗോവിന്ദനാണെങ്കിൽ ഇങ്ങനെ അതിന് പുറകിലായിട്ട് ഇവരുടെ പുറകിലായിട്ട് ഇങ്ങനെ നിന്ന് ഇത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗോവിന്ദൻ ഇങ്ങനെ താഴേക്ക് തറയിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. ഈ ഗോവിന്ദൻ ഇങ്ങനെ വീഴുന്ന കേട്ടുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരോട് ഇങ്ങനെ നോക്കുമ്പോൾ ഗോവിന്ദനാണെങ്കിൽ ഇങ്ങനെ ചങ്കിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ വീണ് കിടക്കുവാണ്. പെട്ടെന്ന് തന്നെ അവരിങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി എടുക്കുകയും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയും ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാവും നമുക്ക് കണ്ടറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.